ശ്രേഷ്ഠ കാതോലിക്ക ബാവയെന്ന് അങ്ങേ വിളിക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അങ്ങൊരാചാര്യനായിരിക്കുന്നു. ഒരാചാര്യനും ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ആചാര്യനാവില്ല. അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ആ ദൈവാനുഗ്രഹം വിശ്വാസികളിലേക്ക് ചൊരിയുവാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. പരിശുദ്ധ പരുമല തിരുമേനിയുടെ പരമ്പരയിൽപ്പെട്ട അങ്ങ് ആ നിലയിലേക്ക് ഉയരട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഗുരു എന്നോടൊരിക്കൽ പറഞ്ഞു, ഒരാചാര്യനും വെറുതെ ആചാര്യനാവില്ല. അവർ നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ്. പക്ഷേ ദൈവം അനുഗ്രഹിക്കുന്നത് അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ്. അവരുടെ ചിന്തകൾ, അവരുടെ പ്രവൃത്തികൾ അത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന അവസരത്തിൽ അവരെ ദൈവം അനുഗ്രഹിക്കും. അതിന് വിശ്വാസത്തിൻ്റെ പരിമിതികൾ ദൈവം കൽപ്പിക്കില്ല. ഒരു പ്രത്യേക സംഭവം നടന്നപ്പോഴാണ് എൻ്റെ ഗുരുവായിട്ടുള്ള ഒ രാജഗോപാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്നു, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി, പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ആ പോസ്റ്റ്, അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരാചാര്യൻ വന്നു. ആ ആചാര്യൻ ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. ആചാര്യൻ വരുന്ന അവസരത്തിൽ ഞാൻ നോക്കി, മറ്റുള്ളവർ വരുന്ന അവസരത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹത്തിലൊരു പാരവശ്യം പോലെ എനിക്ക് തോന്നി. ഇതെല്ലാം ഞാൻ നോക്കിക്കണ്ടതിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, രാജേട്ട എന്താണ് സംഭവിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഈ മറുപടി: ആചാര്യന്മാർ വെറുതെ ഉണ്ടാവില്ല, ദൈവം അനുഗ്രഹിക്കുന്നവരാണ് എന്ന്. മാത്രമല്ല അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, ദൈവവിശ്വാസികൾ പരസ്പരം സ്നേഹിക്കുകയും അതുപോലെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യണം. ദൈവവിശ്വാസികൾ അത് ദൈവാരാധനയാണ്, അത് ദൈവാരാധനയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി, എന്താണ് ഈ പറയുന്നതെന്ന്. അദ്ദേഹം വിശദീകരിച്ചത് എങ്ങനെയാണ്: നീ വിശ്വസിക്കുന്ന ദൈവവും ഞാൻ വിശ്വസിക്കുന്ന ദൈവവും മറ്റൊരാളുടെ ദൈവവും, ആ ദൈവം തീർച്ചയായിട്ടും മനുഷ്യരെ ഇഷ്ടപ്പെടുന്നവരാണ്, മനുഷ്യ സ്നേഹത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു ദൈവമേ ഉള്ളൂ എന്ന് നമ്മളെല്ലാം പറയുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്, ദൈവപ്രീതിക്ക് വേണ്ടിയാണ്. അപ്പം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മക്കള് പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ ദൈവത്തിന് പ്രീതിയുണ്ടാകും. അതാണ് ദൈവാരാധന എന്ന് പറയുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വർഷങ്ങൾ മനനം ചെയ്യേണ്ടി വന്നു അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ ഇതെന്ന് പറയുന്നത് ശങ്കരാചാര്യയുടെ മണ്ണാണ് എറണാകുളം. ജ്ഞാനം തേടി അദ്ദേഹം ഈ ഭാരതം മുഴുവൻ സഞ്ചരിച്ച ഇവിടെ നിന്നാണ് അദ്ദേഹം പോയത്. എറണാകുളത്തിൻ്റെ മണ്ണിൽ നിന്ന്, ആ പരിയാറിൻ്റെ തീരത്ത് നിന്നാണ് അദ്ദേഹം പോയത്. സർവജ്ഞ പീഠം നേടി അദ്ദേഹം അദ്വൈതത്തിൻ്റെ പൊരുള് ഈ ലോകത്തിലെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തത് ശങ്കരാചാര്യരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആധ്യാത്മികമായിട്ടുള്ള ആ പാരമ്പര്യം ഉൾക്കൊള്ളുന്നതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. അപ്പൊ ചോദിക്കും, ആധ്യാത്മികത മാത്രമാണോ? ആധ്യാത്മികതയ്ക്കപ്പുറത്ത് ആ ദൈവനിഷേധം, അങ്ങനെയുള്ളവർ സ്വർഗത്തിൽ പോകില്ലേ എന്ന് ചോദിക്കും. ഈ വേദിയിൽ നിന്ന് പറയുവാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല. എൻ്റെ ഉൾവിളിയാണ്. അതാണ് ചാർവാകൻ
അദ്ദേഹം പറഞ്ഞത് നന്മ ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരെയും നമ്മൾ ആരാധിച്ചില്ലേ? അവരെയും നമ്മൾ ആരാധിച്ചു. അതിൻ്റെ കാര്യം എന്താണ്? നന്മ ചെയ്യുന്നവൻ സ്വർഗത്തിൽ പോകും എന്നാണ് എല്ലാ ആചാര്യന്മാരും ദൈവവും പറഞ്ഞിട്ടുള്ളത്. യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? എന്താണ് ഏറ്റവും പരമമായിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം? ആരാണ് സ്വർഗത്തിൽ പോകുന്നത് എന്ന് യേശു ക്രിസ്തുവിനോട് ചോദിച്ചു. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞു, തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുന്നവരാണ് സ്വർഗത്തിൽ പോകുന്നത്. ആരാണ് നിന്റെ അയൽക്കാരൻ എന്നൊരു ചോദ്യം. അപ്പോഴാണ് നല്ല സമരിയക്കാരൻ്റെ ആ കഥ അദ്ദേഹം പറഞ്ഞത്. എന്തായിരുന്നു ആ കഥ? അദ്ദേഹം പറഞ്ഞു, ഇസ്രായേലി ഗോത്രക്കാരൻ അവൻ നടന്ന് യാത്ര ചെയ്യുകയായിരുന്നു. അവനെ കൊള്ളക്കാർ ഉപദ്രവിച്ചു. അവൻ്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തു. പരിക്കേറ്റവൻ വഴിയോരത്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം വൈദികൻ കടന്നു വന്നു. വൈദികന് അകലെ നിന്ന് തന്നെ മനസ്സിലായി ഒരാള് ഇടതുവശത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വലതുവശത്തേക്ക് മാറി. അദ്ദേഹം വേറൊരു ദിശയിലേക്ക് നോക്കിക്കൊണ്ട് കടന്നുപോയി. വൈദികന്റെ പരിചാരകൻ വീണ്ടും വന്നു, അതിലേക്ക് കടന്നു വന്നു. അദ്ദേഹവും ഇത് കണ്ടു. അദ്ദേഹം അടുത്തു പോയി നോക്കി. അദ്ദേഹവും നടന്നുപോയി. അപ്പോഴാണ് സമരിയക്കാരൻ വരുന്നത്. ആരാണ് സമരിയക്കാരൻ? ഗോത്രത്തിലുള്ളവനല്ല. ഇസ്രായേലിയുടെ വിശ്വാസമനുസരിച്ച് അവിശ്വാസിയാണ്. ആ സമരിയക്കാരൻ എന്താണ് ചെയ്തത്? ഇസ്രായേലിയല്ലാത്ത യാക്കോബിന്റെ ഗോത്രത്തിൽപ്പെടാത്ത, ദാവീദിന്റെ ഗോത്രത്തിൽപ്പെടാത്ത ആ സമരിയക്കാരൻ ഇവന് കൊണ്ടുപോയി വെള്ളം കൊടുത്തു, ഇവന് വസ്ത്രം കൊടുത്തു, ഇവനെ എടുത്തുകൊണ്ട് തോളിലേറ്റിക്കൊണ്ട് ആ സത്രത്തിലേക്ക് പോയി. സത്രക്കാരനോട് പറഞ്ഞു, ഇവനെ ശുശ്രൂഷിക്കണം, ഞാൻ 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും, അപ്പോഴ് ഞാൻ നിനക്ക് ബാക്കിയുള്ള പൈസ തരാം എന്ന് പറഞ്ഞിട്ട് പോയി. ആ സമരിയക്കാരൻ സ്വർഗത്തിൽ പോകുമെന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്. ജീസസ് ക്രൈസ്റ്റ് എൻ്റെ ഗോത്രം, എൻ്റെ വിശ്വാസം എന്നല്ല പറഞ്ഞത്, മനുഷ്യ സ്നേഹത്തെ പറ്റിയാണ് പറഞ്ഞത്. നിനക്ക് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ സാധിക്കുന്നവൻ, നിന്റെ ആവശ്യമുള്ളവനാണ് ആ അയൽക്കാരൻ എന്ന് പറഞ്ഞ ഈശോ, ജീസസ് ക്രൈസ്റ്റ് തീർച്ചയായിട്ടും ആ സന്ദേശമാണ് കൊടുക്കുന്നത്. അഭിമാനത്തോടുകൂടി ക്രിസ്ത്യാനിയാണെന്ന് പറയണം, യാതൊരു സംശയവുമില്ല. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഞാൻ സീറോ മലബാർ കത്തോലിക്കനായിട്ടുള്ള ക്രിസ്ത്യാനിയാണെന്ന് പറയാറുണ്ട്. അതുപോലെ ഓരോ യാക്കോബയക്കാരനും അഭിമാനത്തോടു കൂടി പറയാം, ഞാൻ യാക്കോബയക്കാരനാണ് എന്ന് പറയാം. അതാണ് നമ്മുടെ ഭരണഘടന. ഭരണഘടന ഏതാണ് പറയുന്നത്? അത് ഏത് സഭക്കാരനായാലും ഏത് മതക്കാരനായാലും തീർച്ചയായിട്ടും മനുഷ്യ സ്നേഹിയായിരിക്കണം. അത് വിശ്വാസത്തിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ചിന്ത ഇവിടെ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബെയ്റൂട്ടിൽ വച്ചൊരു ആശംസ ബാവയ്ക്ക് നൽകിയതാണ്. ഇവിടെ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഈ സെമിനൻസ് ഗ്രിഗോറിയസ് തിരുമേനിയായിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്. തിരിച്ച് ഇങ്ങോട്ട് വരുന്നതിന് മുൻപുള്ള ബെയ്റൂട്ടിലെ ചടങ്ങിൽ ശ്രേഷ്ഠ കാത്തോലിക്ക ആബൂൻ മോർ ബസേലിയസ് ജോസഫ് ബാവ തിരുമേനിയായി ഉയർത്തപ്പെട്ടു. ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ഇവിടെയുള്ള കുറേ ആളുകളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ മിക്കവാറും അവിടെ കണ്ട കുറേ മുഖങ്ങൾ ഇവിടെയുണ്ട്. ഒരു കേരളം, ചെറിയൊരു കേരളം ബെയ്റൂട്ടിൽ ഉണ്ടായിരുന്നു.
ബഹുമാനായ മുഖ്യമന്ത്രിക്ക് വേണ്ടി അവിടെ വെച്ച് ആശംസ നൽകിയതാണ്. നമ്മുടെ ജോസഫ് ബാവ തിരുമേനിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് വേണ്ടിയും ഗവൺമെൻറ്റിന് വേണ്ടിയും എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എല്ലാവരെയും പോലെ ഞാൻ തോമസ് പ്രഥമൻ ബാവയെയും ഓർക്കുന്നു. കാറ്റിലും കോളിലും എല്ലാമുള്ള കടലിലൂടെ അസാധാരണമായ ധൈര്യത്തോടുകൂടി കപ്പലോടിച്ച ആ ബാവ തിരുമേനിയുടെ പൈതൃകം പുതിയ നമ്മുടെ മോർ ബസേലിയസ് ജോസഫ് ബാവ തിരുമേനിക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അവിടെ പാത്രിയാർക്കീസ് ബാവ തന്നെ കേരളവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം പ്രത്യേകം സൂചിപ്പിക്കുകയുണ്ടായി. ദർ ആർ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഹിസ് ഹോളിനെസ് പാത്രിയാർക്കീസ് ബാവ ഈസ് പ്രസൻറ്റ് ഹിയർ. The Monsignor of Beirut is very close to us. He is controlling all functions in Beirut with a very punctuality. On behalf of the government of Kerala, I would like to express our gratitude to him also. ഇനിയും നന്നായി പോകാൻ കഴിയട്ടെ. നല്ല രീതിയിൽ ഈ സഭയെ നയിക്കാൻ, കരുത്തോടുകൂടി നയിക്കാൻ നമ്മുടെ പുതിയ ബാവയ്ക്ക് കഴിയട്ടെ. അദ്ദേഹത്തോടൊപ്പം എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉണ്ടാകും എന്ന് ഉറപ്പുകൂടി നൽകി ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതൊരു ആത്മസംതൃപ്തിയുടെ അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ലെബനിൽ വെച്ച് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ശ്രേഷ്ഠ ബാവയായി ബസേലിയോസ് ജോസഫായി പ്രഖ്യാപിച്ച സമയത്ത് അത് കാണാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി. പ്രാതിനിധ്യം കൊണ്ട് ഇത്രയും വലിയൊരു സദസ്സായിരുന്നില്ല അതെങ്കിലും ഞാൻ ഒരു കാര്യം സന്തോഷത്തോടു കൂടി സൂചിപ്പിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഒട്ടേറെ വ്യക്തികൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. അത് കാണിക്കുന്നത് ഈ സഭയുടെ വലിപ്പമാണ്, തിരുമേനിയിലുള്ള വിശ്വാസമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നൊരു കാര്യം പറയുന്നു. ഇവിടെ നമ്മെല്ലാവരുമുണ്ട്, പക്ഷെ അദർശ്യമായ മറ്റൊരു സാന്നിധ്യം കൂടിയുണ്ട്. അദർശ്യമായ സാന്നിധ്യം കാലം ചെയ്ത ശ്രേഷ്ഠ ബാവ തിരുമേനിയുടേതാണ്. നമ്മുടെ മനസ്സിൽ ഇന്നും ഒരു കരുത്തായി, ഇന്നൊരു ശക്തിയായി ശ്രേഷ്ഠ ബാവ കാലം ചെയ്ത ശ്രേഷ്ഠ ബാവ തിരുമേനി നിൽക്കുന്നു. ആ ബാവ തിരുമേനി നമുക്ക് നൽകിയ വെളിച്ചം ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ പകർന്നു തന്ന വെളിച്ചത്തിൻ്റെ പാതയിലൂടെ ശ്രേഷ്ഠ ബാവ തിരുമേനിക്കും ഈ സഭയെ മുന്നോട്ട് നയിക്കാൻ കഴിയട്ടെ, ശക്തിയോടുകൂടി മുന്നോട്ട് പോകട്ടെ. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, അഭിനന്ദനങ്ങൾ നേരുന്നു. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു, ഒപ്പമുണ്ട് ഞങ്ങളെല്ലാവരും എന്നുകൂടി സന്തോഷത്തോടു കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി ശ്രേഷ്ഠ ബാവ തിരുമേനിയെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി, ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഒരു സന്ദേശം കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പിന്നീട് വായിക്കും. ആ അഭിനന്ദനം കൂടി ബഹുമാനനായ ശ്രീ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അഭിവന്ദ ശ്രേഷ്ഠ ഭാവി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ്. സ്നേഹമുള്ളവരെ, സഭയുടെ ആസ്ഥാനം ഇരിക്കുന്ന പുത്തൻകുരിശിനെ പ്രതികരിക്കുന്ന ജനപ്രതി എന്നുള്ള നിലയിൽ വളരെ അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു ബെയ്റൂട്ടിൽ ഉണ്ടായത്. സഭയെയും ബാവ തിരുമേനിയെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ വൈകിയവേളയിൽ പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. On the historic occasion of the consecration of His Eminence Basilius Joseph Mar Gregorios as the Catholicos of the Jacobite Syrian Orthodox Church, I would like to extend my best wishes to the Jacobite Syrian Orthodox community around the world. This is a proud moment for all of us. His Eminence Basilius Joseph has dedicated his life in service to humanity. His unwavering commitment to his faith is firmly rooted in his values. Over the decades, his leadership and dedication to institution building has helped the Jacobite Syrian Orthodox Church forge ahead with unity. As he embarks on this new journey, I extend my best wishes to His Eminence Basilius Joseph. I hope his vision and foresight continue to inspire and guide the Jacobite Syrian Orthodox Church. Thanking you, Rahul Gandhi, Leader of Opposition Lok Sabha, 29 March 2025. Thank you.